രക്ഷപ്പെട്ടു എന്നുള്ളത് ആശ്വാസമാണ്. പക്ഷെ അപ്പോഴും പ്രിയപ്പെട്ട കുറേ ആൾക്കാരെ ജീവൻ പോയില്ലേ? ഒരു സങ്കടം. ചെയ്യാ നമ്മൾ കേൾക്കല്ലാണ്ട് പാകല്ലല്ലോ. നമുക്കിപ്പോൾ ഇപ്പോൾ അത്രയും ഇതിൽ നിങ്ങൾ കഴിഞ്ഞിരുന്നാണ് ഒരു വീട്ടിലെ ആൾക്കാരുടെ പോലെ നിങ്ങൾ ഭക്ഷണം കഴിക്കുക ചെയ്യാലും എന്ത് കാര്യത്തിന് എല്ലാവരും ഒപ്പം വന്ന് ഇരുന്ന് കഴിച്ചു. അങ്ങനെ അവരവർ പണിയണ പണിക്ക് അങ്ങനെ പോവും. ഞാൻ പടക്കം മാലയാക്കണമെങ്കിൽ മാലയാക്കാൻ പോവും, പടക്കം കെട്ടണമെങ്കിൽ അതിന് പോവും, തിരി മുക്കണമെങ്കിൽ അതിന്, അങ്ങനെയുള്ള എല്ലാ പണികളും ഞാൻ ഇറങ്ങാറ് പതിവുണ്ട്. എല്ലാത്തിനും ഭവാനേച്ചി എന്ന് പറഞ്ഞ ചേച്ചി ഇന്നലെ പോവാനുള്ള ഉദ്ദേശം ഉണ്ടായിരുന്നില്ല. നിർബന്ധിച്ച് മിഞ്ഞാന്ന് രാത്രി വിളിച്ച് പറഞ്ഞു ഞാൻ പോണില്ല പറഞ്ഞു. ഇന്നലെയും വിളിച്ച് പറഞ്ഞു ഞാൻ പോണില്ല ഏട്ടാ, സരസമ്മ ഞാൻ പോവില്ല ഏട്ടാ, ഞാൻ പോണില്ല ഏട്ടാന്ന് പറഞ്ഞു. നിങ്ങളില്ല ഞാൻ പോണില്ല ഏട്ടാ പറഞ്ഞു. എന്നാൽ ഞാൻ പറഞ്ഞു കുട്ടി പൊക്കോളോ, എന്തിനു പോവാതിരിക്കണത്, കുട്ടി പൊക്കോളോ എന്ന് പറഞ്ഞു. ഞാൻ പോണില്ല, ഇനിയിപ്പോൾ ഏതായാലും പ്രേമേച്ച് ഉച്ചയ്ക്ക് വരില്ല, അപ്പം ഞാൻ പോണില്ല പറഞ്ഞു. അതും കൂടിയിട്ട് ഇന്നലെ പോയി. അപ്പം അതിനതങ്ങനെ വെച്ചേക്കണു, നമ്മളെന്താ ചെയ്യുക? എന്നോട് പറഞ്ഞതാണ് പ്രേമേച്ചിയുടെ കൂടെ നമുക്ക് വണ്ടി വിളിച്ചിട്ട് പോവാ പ്രേമേച്ചി, ഞാനും കൂടെ പോരേണ്ടതാണ്. ഞാൻ അതിനോട് ഒന്നും വേണ്ടിയില്ല. പോരണ്ടെന്ന് പറഞ്ഞാൽ അവർ എന്തെങ്കിലും പറഞ്ഞെങ്കിലും വന്നിട്ട് ഞാൻ അതിനോട് ഒന്നും പറഞ്ഞില്ല. ഞാൻ പോരാ പ്രേമേച്ചെന്ന് പിന്നെയും പറഞ്ഞു. ഞാൻ അപ്പോൾ പറഞ്ഞു, എന്നോട് അവർ പറഞ്ഞു കയ്യും കാലും കഴുകുക, അമ്മായിനെ ഞങ്ങൾ കൊണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ട് അവിടെ പണിയണേൽ എന്നൊരാൾ എൻ്റെ വീട്ടിൽ വണ്ടിയും അവിടെ കൊണ്ടുവന്നിറക്കി. അപ്പോൾ പോരുമ്പോഴേ ഞാനും പോരാ പ്രേമേച്ച, ഞാനും പോരാ. അതിനോട് എനിക്ക് ഒന്നും പറയാനും തോന്നിയില്ല, ഞാൻ ഒന്നിട്ട് പറയും ചെയ്തില്ല. അതിന് ഭയങ്കര പേടിയുള്ള ആളാണ്. എനിക്ക് പിന്നെ ഈ വക പണിക്ക് ഒരു പേടിയില്ല. നമ്മളിതൊക്കെ കുറേ കാലമായി കണ്ടുടങ്ങിയിട്ട് ഞാനതിൽ മരുന്നെടുത്തിട്ടൊക്കെ എനിക്ക് തീപ്പൊള്ളിയുള്ള തന്നെയാണ് എനിക്ക് നേരത്തെ. അപ്പം എനിക്കിത് വലിയ പേടിയൊന്നും തോന്നണില്ല. ഞാൻ എപ്പോൾ പണിയുണ്ടെന്ന് വെച്ചെങ്കിലും ഞാൻ പോവും, പണിയെടുക്കും, പോരും. അങ്ങനെ എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഈ ഭവാനി എന്ന് പറഞ്ഞ ചേച്ചി ഒരു പടക്കം പൊട്ടണമെങ്കിൽ ചെവിയിൽ വിരലിട്ടിട്ട് എടുക്കുള്ളൂ, അത്രയും പേടിയുള്ള ഒരാളാണ്, ഭയങ്കര പേടി. അങ്ങനെ ഇന്നലെ അത് പോണില്ല പറഞ്ഞിട്ട് ഇന്നലെ അത് പോവുകയും ചെയ്തു.